السلام عليكم ورحمة الله تعالى وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء وهو السميع العليم. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرم والطف بعبدك في الدارين إن له صبرا متى تدعه الأهوال ينهزم وأذن لصحب صلاة منك دائمة على النبي بمنهل ومنسجم ما رنحت عذبات البان ريح صبا وأطرب العيس حاد العيس بالنغم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا رب بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മരണം വിളിക്കുന്നു നിന്നെ, എവിടെ ഒളിക്കും നീ പിന്നെ? യാത്രക്കൊരുങ്ങുക നീ, മാത്രമായി തീരുന്നു നീ, മാത്രമായി തീരുന്നു നീ. മരണത്തിൻ വിളിനാദമെങ്ങോ മുഴങ്ങി, തിരുമുറ്റത്തൊരു മണി മഞ്ചൽ ഇറങ്ങി. നാഥന്റെ വിളി കേട്ടു നീ, താനേ മടങ്ങുന്നു നീ, താനേ മടങ്ങുന്നു നീ. ഇരുളാർന്ന ഖബറും നിനക്കായൊരുങ്ങി, തഹ്ലീലിൻ തിരുനാദം ചുറ്റും മുഴങ്ങി. ഇഹലോകം പിരിയുന്നു നീ, സ്മൃതിയിൽ ലയിക്കുന്നു നീ, സ്മൃതിയിൽ ലയിക്കുന്നു നീ. മരണം വിളിക്കുന്നു നിന്നെ, എവിടെ ഒളിക്കും നീ പിന്നെ? യാത്രക്കൊരുങ്ങുക നീ, മാത്രമായി തീരുന്നു നീ, മാത്രമായി തീരുന്നു നീ. മണ്ണിൽ നീ എത്തി, നീ മണ്ണിൽ അലിഞ്ഞു, മന്നാന്റെ മുന്നിൽ നീ ഇന്നായി മറഞ്ഞു. മണ്ണായി മറയുന്നു നീ, ഓർമ്മയായി മായുന്നു നീ, ഓർമ്മയായി മായുന്നു നീ. മരണം വിളിക്കുന്നു നിന്നെ, എവിടെ ഒളിക്കും നീ പിന്നെ? യാത്രക്കൊരുങ്ങുക നീ, മാത്രമായി തീരുന്നു നീ, മാത്രമായി തീരുന്നു നീ. واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് അവർകൾ ഉദ്ഘാടന ഭാഷണം നടത്തി നമ്മോട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ സദർ ഉസ്താദ് അബൂബക്കർ ഫൈലി ഉസ്താദ് അവർകൾ, മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള SYSന്റെ കർമ്മധീരരായ പ്രവർത്തകർ, BP അങ്ങാടി SYS and SKSSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന മജ്ലിസുന്നൂർ വാർഷികത്തിന്റെ പ്രൗഢഗംഭീരമായ സദസ്സിലാണ് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിനുവേണ്ടി പരിശ്രമിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും രണ്ടു വീട്ടിലും ഖൈറു പ്രദാനം ചെയ്യട്ടെ.
ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും പടച്ച റബ്ബ് നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവിൽ യഥാർത്ഥ ഈമാനോടുകൂടെ അവനെ തവക്കുലാക്കി സുബ്റോടുകൂടെ ശുക്രോടുകൂടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉമ്മ ബാപ്പമാരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ദുആയുടെ അവസാനത്തിൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ പ്രത്യേകമായി പറഞ്ഞ് ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദ് വർകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് എത്തും. അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളിൽ നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വലിയ ഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. ഇങ്ങനെയൊക്കെ ദീന് പറയാൻ വേണ്ടി നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ഓർക്കാനും അവരുടെ അപദാനങ്ങൾ വാഴ്ത്താനും ഒക്കെ വേണ്ടി ഒരുമിച്ച് കൂടാൻ സാധിച്ചതും അതിനു വേണ്ടി അരങ്ങുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞതുമൊക്കെ വലിയൊരു തൗഫീഖായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. എന്നതുപോലെ തന്നെയാണ് ഈ സദസ്സിലേക്ക് എത്താൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ പല വിഷയങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ ഒരു ശ്രേഷ്ഠമായ സമയം വളരെ ഉത്കൃഷ്ടമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ കഴിയുക എന്നത് ഒരിക്കലും നിസ്സാരമായ പണിയല്ല. അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂടിയതിന്റെ മഹത്വം നമ്മൾ എത്ര മനസ്സിലാക്കിയാലും അതിനേക്കാൾ ഉപരി രണ്ടു വീട്ടിലും ഖൈറായി നമുക്കത് തിരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മജ്ലിസുൻ നൂർ നമ്മുടെ മഹല്ലത്തിൽ ആരംഭിച്ച് ഒരുപാട് നമ്മുടെ മഹല്ലത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, നമ്മുടെ പ്രദേശത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുന്ന പഠന ക്ലാസ്സിൽ മാസത്തിൽ ഒരു പ്രാവശ്യം മജ്ലിസുൻ നൂറിന്റെ സദസ്സുണ്ടായിരിക്കും. ആണുങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന SYSന്റെയും SKSFന്റെയും ആഭിമുഖ്യത്തിൽ തന്നെ നടത്തുന്ന റിയാദുസ് സ്വാലിഹീൻ പഠന ക്ലാസും മജ്ലിസുൻ നൂറും മാസത്തിൽ ഒരു തവണ നമ്മൾ നടത്താറുണ്ട്. പിന്നെ നമ്മുടെ മഹല്ലത്തിന്റെ കീഴിൽ മണ്ണാറാട് കേന്ദ്രീകരിച്ച് മസ്ജിദുൽ ഹുദ 1-2 വർഷമായി അവിടെയും നമ്മൾ മജ്ലിസുൻ നൂർ മാസം തോറും നടത്താറുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന 25-ാം തീയതിയാണ് ബുധനാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷം നമ്മുടെ തൊട്ടടുത്ത മഹല്ലായ വടക്കേങ്ങാടി മഹല്ലിൽ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, 4ാമത്തെ ചൊവ്വാഴ്ച മജ്ലിസുൻ നൂർ അസ്ർ നിസ്കാരത്തിന്റെ ശേഷം അവിടെയും സംഘടിപ്പിക്കാറുണ്ട്. നമ്മളോട് ചുറ്റിപ്പറ്റിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എത്രയോ മജ്ലിസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2, 3, 4 വർഷങ്ങൾക്കിന്റെ ഇടവേളയിൽ വടക്കേങ്ങാടിയിലേത് വരുന്ന ചൊവ്വാഴ്ചയാണ് അസ്ർക്ക് ശേഷം. ഈ ഒരു 4 വർഷത്തിന്റെ ഇടവേളയിൽ നമ്മുടെ കേരളീയ സാഹചര്യങ്ങളിൽ വലിയൊരു മജ്ലിസായി മജ്ലിസുൻ നൂറിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. കുറച്ചു കാലങ്ങളായി നമ്മുടെ പ്രദേശങ്ങളിൽ പുത്തൻ ആശയങ്ങളും പുതിയ വാദങ്ങളും സമൂഹത്തിന്റെ മനസ്സിനെയും അവരുടെ ജീവിതത്തെയും തന്നെ പിടിച്ചുലക്കി വിശ്വാസങ്ങൾ വളരെ വലിയ രൂപത്തിൽ തെറ്റിപ്പോകാനും
ഒരുപാട് അധാർമികതയിലേക്ക് നയിക്കപ്പെടാനും കുറഞ്ഞ ഒരു ഇടവേളയിൽ കാരണമായിട്ടുണ്ട്. അതിനെ പൂർണ്ണമായും നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിൽ മജ്ലിസുൻ നൂറിന്റെ ആരംഭത്തോടുകൂടെ തന്നെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നമുക്ക് മുമ്പ് നടന്നുപോയ മൂന്നാഴ്ചയായി പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ വെച്ച് മജ്ലിസുൻ നൂറിന്റെ വാർഷിക പരിപാടി നടന്നിരുന്നു. സമാപന സമ്മേളനത്തെക്കാൾ കൂടുതലാണ് മജ്ലിസുൻ നൂറിന്റെ വാർഷിക സദസ്സിൽ ആളുകൾ പങ്കെടുത്തത് എന്നറിയുമ്പോൾ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകുകയില്ല. അങ്ങനത്തെ ഒരു മാറ്റം കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിലനിർത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈമാനികമായ വലിയൊരു മുന്നേറ്റത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നത്. മജ്ലിസുൻ നൂർ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകാശത്തിന്റെ ഒരു സംഗമമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഓരോ വിഷയങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രകാശം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. നൂറില്ലാതെ നമ്മുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദരണീയരായ ഉസ്താദ് പ്രിയപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് അവർകൾ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്തെക്കുറിച്ച് സംസാരിച്ചതും വേഷഭൂഷാദികളിൽ, ശരീരത്തിന്റെ ഭാവങ്ങളിൽ തിളക്കമുണ്ടെങ്കിൽ പോലും ഖൽബിന്റെ ഉള്ളിൽ, അകക്കാമ്പിൽ ഇരുട്ട് നിറഞ്ഞു പോകുന്ന സമകാലിക യുഗത്തെക്കുറിച്ച്, അന്ധകാരത്തിന്റെ കൊടും വനങ്ങളെക്കുറിച്ച് മഹാനവർകൾ സംസാരിച്ചു. അവിടേക്ക് നിലാവെളിച്ചമായി, പ്രകാശത്തിന്റെ കിരണമായി, ഖൽബിന് തിളക്കമുള്ള സത്യവിശ്വാസികളുടെ മജ്ലിസുകളെ കുറിച്ച് വളരെ ഏറെ പ്രാധാന്യത്തോടെ വിശദീകരിക്കുകയുണ്ടായി. മജ്ലിസുൻ നൂർ ഖൽബിനെ പ്രകാശിപ്പിക്കുന്ന സദസ്സാണ്. നമ്മുടെ ആത്മാവിനെയാണ് അത് ചോദിപ്പിക്കുന്നത്. ഉത്തേജനം നൽകപ്പെടുന്നത് നമ്മുടെ ആത്മാവിനെയാണ്, നമ്മുടെ റൂഹിനെയാണ്. കാരണം എന്തേ? തത്വയ്യബ് ജിസ്മകൽ ഫാനി ലിയബ്ഖാ വതത്റുക് ഖൽബകൽ ബാഖി മരീളാ. മൊത്തത്തിൽ ആളുകളുടെ ശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും അവനവന്റെ ശരീരത്തെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അതിനെ മുന്നോട്ട് വെക്കണം, ശരീരത്തെ ഒന്ന് മിനുക്കിയെടുക്കണം. ആളുകൾ കാണുമ്പോൾ നിങ്ങളെ കാണാൻ നന്നായിട്ടുണ്ട്, ഗ്ലാമർ ആണെന്ന് പറയിപ്പിക്കണം. തത്വയ്യബ് സുഗന്ധം പൂശി ഭംഗിയായി നീയെന്നും ഉടുത്തൊരുങ്ങി നിൽക്കുന്നു. ആരെയാണ് നീ കുളിപ്പിച്ചൊരുക്കുന്നത്? ജിസ്മകൽ ഫാനി, നശിച്ചു പോകുന്ന നിന്റെ ശരീരത്തെ, ലിയബ്ഖാ, മനോഹരമാക്കി വെക്കുന്നത് നശിച്ചു പോകുന്ന നിന്റെ ശരീരത്തെ. അതും മനസ്സിലൊരു ഭൂതി, എന്നെന്നും ഞാൻ ഇവിടെ ബാക്കിയാകണമെന്ന ചിന്തയോടുകൂടെ. അല്ലേ? ഒരു നരം പോലും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കാലങ്ങൾക്കനുസരിച്ച് വരുന്ന മാറ്റങ്ങളെപ്പോലും ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറാകുന്നില്ല. അതിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന ചിന്തയിൽ, ഞാൻ എത്ര പ്രായമൊന്നുമായിട്ടില്ല എന്ന ചിന്തയിൽ ആ നര പോലും കറുപ്പിക്കുമാർ ശരീരത്തെ ശാശ്വതമാക്കാൻ പണിപ്പെടുന്ന കാലഘട്ടത്തിലാ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
അത്വയ്യബ് ശരീരത്തെയാണ്. ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താ? നശിച്ചു പോകുന്നതാണല്ലോ അത്. എന്നാൽ ശരീരപൂജകനായി നീ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ നീ ഉപേക്ഷിക്കുകയാണ്, നീ നഷ്ടപ്പെടുത്തുകയാണ് ഖൽബക്, നിന്റെ ആത്മാവിനെ. ഖൽബകൽ ബാഖി മരീളാ, എന്നെന്നും ശേഷിക്കുന്ന നീ മരിച്ച നിന്റെ മയ്യത്ത്, നിന്റെ ജഡം ഖബറിലേക്ക് വെച്ചാലും നീ മരിക്കാൻ കാരണമാകുന്നത്, നീ മരിച്ചു എന്ന് പറയുന്നത് അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോഴല്ലേ? റൂഹിനാണോ മരണം? റൂഹിനെയാണോ കട്ടിലിൽ കിടത്തുന്നത്? റൂഹിനെയാണോ കുളിപ്പിക്കുന്നത്? റൂഹിനെയാണോ കഫൻ ചെയ്യുന്നത്? റൂഹിനെയാണോ കട്ടിലിലേറ്റ് കൊണ്ടുപോകുന്നത്? അല്ലല്ലോ, ശരീരത്തിനെയല്ലേ. ആത്മാവില്ലാത്ത ജഡത്തിനെയല്ലേ മണ്ണിലേക്ക് വെക്കുന്നത്. എന്നാൽ ശരീരത്തിന്റെ പൂജകരായി ജീവിതകാലം മുഴുവൻ ഹോമിച്ച മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുപോകപ്പെടുമ്പോ ജീവിതകാലത്ത് നീ ഉപേക്ഷിച്ചത് ഖൽബകൽ ബാഖി മരീളാ, നീ നിന്റെ ശരീരത്തെ നോക്കിയപ്പോ എന്നെന്നും നിലനിൽക്കുന്ന അഥവാ മരണമില്ലാത്ത നിന്റെ ആത്മാവുണ്ടല്ലോ. എല്ലീൻ എന്ന് പറയുന്ന ലോകത്തേക്ക് ചലിക്കേണ്ട മനുഷ്യന്റെ ആത്മാവിനെ, മരിക്കുന്ന മനുഷ്യന്റെ രണ്ടവസ്ഥകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആത്മാവിനെ കൊണ്ടുപോകപ്പെടും ഒന്നുകിൽ എല്ലീനിലേക്ക് അല്ലെങ്കിൽ സിജ്ജീനിലേക്ക്. അല്ലാഹു എല്ലീന്റെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നോക്കൂ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഖാബീൽ ഹാബീലിനെ കൊന്നപ്പോൾ, ഖാബീലുൽ ഖാതിൽ ഹാബീലിനെ കൊന്നപ്പോ ആദ്യത്തെ മരണം അവിടെയല്ലേ സംഭവിച്ചത്? അന്നു മുതൽ റൂഹ് പോയതാണ്. ഇന്ന് മരണം വരിച്ചവർ വരെ ആ റൂഹ് അങ്ങ് പോയിരിക്കുകയാണ്. എവിടെയാണ് അതിനൊരു സങ്കേതമുണ്ടല്ലോ. ജഡങ്ങളാണ് മണ്ണിൽ മറമാടപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മുടെ ആത്മാവിനെ. എന്നാൽ സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും നമ്മുടെ ആത്മാവിനെയായിരുന്നു. ആ ആത്മാവിന്റെ പരിപോഷണത്തിന്റെ വേദിയാണ് മജ്‌ലിസുൻ നൂറിന്റെ ആത്മീയ സംഗമങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തേ കാരണം? ഇവിടെ വന്നിരിക്കുന്നവന് കേൾപ്പിച്ചു കൊടുക്കുന്നത് ഡാൻസ് അല്ല, ഇവിടെ വന്നിരിക്കുന്നവന് കേൾപ്പിച്ചു കൊടുക്കുന്നത് മ്യൂസിക് അല്ല, ഇവിടെ വന്നിരിക്കുന്നവന് കേൾപ്പിച്ചു കൊടുക്കുന്നത് ആഭാസത്തിന്റെ ചുവടുകളല്ല. ഇവിടെ വന്നിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ളത് ആത്മീയ ലോകത്തെ ഉന്നതന്മാരായ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബദറിനെ കുറിച്ചുള്ള ചർച്ചകളും അവരെ കുറിച്ചുള്ള അനുസ്മരണങ്ങളുമാണ്. അതാണ് മജ്‌ലിസുൻ നൂർ. നിന്റെ മനസ്സിനാണ് ശാന്തി കൊടുക്കുന്നത്, നീറും മനസ്സിനാണ് ശാന്തിയുള്ളത്. എന്തുകൊണ്ടാണ് നീറ്റൽ? എന്തുകൊണ്ടാണ് മനസ്സിന് നീറ്റലുള്ളത്? ഇത്രയും കാലം ശരീരത്തെ സംരക്ഷിച്ചപ്പോൾ മനസ്സിനെ ശ്രദ്ധിക്കാതെ പോയ ആളുകൾക്ക് റബ്ബേ, ഞാൻ തിരിച്ചു മടക്കപ്പെടുമ്പോ എന്റെ ആത്മാവിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാനുള്ളൊരവസ്ഥ എനിക്ക് നൽകണേ അല്ലാ എന്ന ചിന്തയിലാണ് സത്യവിശ്വാസികൾ ഈ സദസ്സിലേക്ക് എത്തിച്ചേരേണ്ടത്. ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അന്ന് പറഞ്ഞിരുന്നു മനുഷ്യന്റെ അവസ്ഥ, അവന്റെ പടികളെ കുറിച്ച്. അവസാനത്തൊരു പടിയുണ്ട്, ശാന്തിയടഞ്ഞ ആത്മാവ്. സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. ഓ അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് കൊണ്ടുപോകുമ്പോൾ പറയപ്പെടുന്ന വചനങ്ങളാണ് സൂറത്തുൽ ഫജ്റിൽ പ്രത്യേകമായി പരാമർശിച്ചത്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ പറയുന്ന വാക്കാണത്. യാ
അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അതും നല്ല മനുഷ്യരുടെ ആത്മാവാകുമ്പോൾ. ആരാണ് നല്ല മനുഷ്യർ? ജീവിതകാലത്ത് ശരീരത്തെയല്ല അവർ സംരക്ഷിച്ചത്, ശരീരത്തെയല്ല നിലനിൽക്കണമെന്ന ഭൂതിയിൽ കാത്തുകൊള്ളത്, ശരീരത്തെയല്ല, ശരീരം കൂടെ വരും, ആത്മാവിനെ ശ്രദ്ധിച്ചു അവർ. ഇതുപോലെ അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ ഫിഗർ ഉണ്ടല്ലോ, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ രൂപത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം, അള്ളാഹുവിന്റെ നോട്ടമില്ല. മനുഷ്യൻ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന നിലക്ക് കാരുണ്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ശരീരം നല്ല ശരീരമാണെന്ന് നോക്കിയിട്ട് അള്ളാഹു മാർക്കിടാറില്ല. വലാ ഇലാ അജ്സാമിക്കും, നല്ല തടിമെടുക്കണ്ടല്ലോ, കൊള്ളാവുന്ന ശരീരമുണ്ടല്ലോ, നല്ല തിണ്ണഫലമുണ്ടല്ലോ, നല്ല കായഫലമുണ്ടല്ലോ, അത് നോക്കിയിട്ട് അള്ളാഹു മാർക്കിടാറില്ല. അള്ളാഹുവിന്റെ നോട്ടം ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല. പിന്നെ എവിടേക്കാ നോട്ടം? വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെയും എന്റെയും, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. എന്തേ ഹൃദയം അഥവാ ആത്മാവിനെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ, അവന്റെ ആത്മാവിനെ അവൻ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അള്ളാഹുവിന്റെ നോട്ടം അതാണ്. ആത്മാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓതിയ സൂറത്തു തഹ്രീമിന്റെ 8-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്കാണ്, പടച്ച റബ്ബിന്റെ അടുത്തേക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, സ്റ്റെപ്പ് കയറണം നമ്മൾ. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ ഏകനായ റബ്ബിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചോദിച്ച് ഖേദിച്ചു മടങ്ങണേ. തൗബത്തൻ നസൂഹാ, തൗബത്തൻ നസൂഹാ, ആത്മാർത്ഥമായും ഹൃദയാന്തരഭാഗത്ത് നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം വരണം, എന്റെ റബ്ബിലേക്ക് ആത്മാർത്ഥമായും എനിക്ക് ഖേദിച്ചു മടങ്ങിയേ പറ്റൂ, എന്റെ റബ്ബിനോട് തൗബ ചെയ്യണേ, എന്റെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചോദിച്ചു മടങ്ങണേ. നിങ്ങളെ തൂബൂ, അല്ലാഹുവാണിത് പറയുന്നത്. സൃഷ്ടാവായ തമ്പുരാന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഉണ്ടോ എന്നതിനേക്കാൾ അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള വാത്സല്യവും കരുണയുമാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് തൗബ ചോദിച്ചു വരണേ. അസ്സാ റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും, പുറത്തു തന്നേക്കാം. നിങ്ങൾ തൗബ ചോദിച്ച് പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോ. പിന്നെയോ വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സന്തോഷത്തിന്റെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനും കഴിഞ്ഞേക്കാം. പക്ഷേ തൂബൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹത്തുക്കളായ അഹ്ലുൽ ബദറിന്റെ മജ്ലിസിൽ പടച്ച റബ്ബിലേക്ക് അവരെ തവസ്സുലാക്കി അല്ലാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുകയാണ്. അങ്ങനൊക്കെ ആവശ്യമുണ്ടോ? നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ. അതാണ് ഇവിടെ നിന്നിട്ട് കൊട്ടിഘോഷം. അങ്ങനൊക്കെ ആവശ്യമുണ്ടോ? നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ. നേരിട്ട് ചോദിക്കാം, എന്നാൽ തവസ്സുലാക്കുമ്പോ കൂടുതൽ ഉത്തരം ലഭിക്കും. അതാണ് അതിന്റെ കാരണം. അല്ലാഹുവിലേക്ക് തൗബ ചോദിച്ച് ഖേദിച്ചു മടങ്ങണേ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ. പടച്ച റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണേ. അല്ലാഹുവിനോട് ചോദിക്കുമ്പോ തവസ്സുലാക്കി ചോദിക്കുമ്പോ കൂടുതൽ ഉത്തരം കിട്ടും.
മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ നാളിതുവരെ ഈ ഉമ്മത്തിനെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഈ ഉമ്മത്തിന്റെ ഈ 14-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ വരെ നമ്മെ പഠിപ്പിച്ചതാണ് നമ്മൾ ഇന്നും തുടർന്നു പോരുന്നത്. മജ്ലിസുൻ നൂറിലൂടെ, മൗലിദിലൂടെ, റാത്തീബിലൂടെ, ഖുതുബിയത്തിലൂടെ. മുഅ്മിനേ, ഇതൊന്നും ശിർക്കെന്ന ഉമ്മാക്കി കാട്ടിയിട്ട് ഈ ഉമ്മത്തിനെ പേടിപ്പിക്കാൻ ആരും മെനക്കെടണ്ട. ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് സത്യവിശ്വാസികൾ ഈ ഒരു ലളിതമായ രൂപത്തിലൂടെ പടച്ചറബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാ മഹത്തുക്കളുടെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നത്? അവർ ഏകനായ റബ്ബിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവരെ കുറിച്ച് പറയുമ്പോ പ്രത്യേകിച്ചും അഹ്ലുൽ ബദറിനെ കുറിച്ച് പറയുമ്പോ ഖൈറുൽ ബശരി ബഅദൽ അംബിയാ, അംബിയാക്കൾക്കു ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളാണ് അഹ്ലുൽ ബദർ. അഹ്ലുൽ ബദറിന്റെ നേതാവായ അംബിയാക്കളിൽ ഉത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. പലപ്പോഴും റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ, മറ്റു പല സമയങ്ങളൊക്കെ കടന്നു വരുമ്പോ ചിലരൊക്കെ സ്റ്റേജും പേജും കെട്ടിയിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ജീവിക്കുന്നവരെ പ്രത്യേകമായി പറയാറുണ്ട്. മൗലിദ് ഓതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ മുശ്രിക്കായി പോയി. മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തിട്ടുണ്ടോ, നിങ്ങൾ മുശ്രിക്കായി പോയി. എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തേ ഈ ഉമ്മത്ത് ഏകനായ റബ്ബിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ഉമ്മത്തിൽ ഓരോരുത്തരെ കുറിച്ച് മുശ്രിക്കെന്ന് പറയാൻ വേണ്ടി മാത്രം സ്റ്റേജും പേജും കെട്ടി അധ്വാനം വെറുതെ ചെലവഴിക്കുന്നത് ഈ ഉമ്മത്തിനെ വിശ്വാസ വ്യതിയാനത്തിലേക്ക് നയിക്കരുതേ. അല്ലാഹു നിങ്ങളുടെ ശർറിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആത്മാർത്ഥതയോടെ ദുആ ചെയ്യണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇടക്കാലത്ത് ചെറിയൊരു ഇടിവ് വന്നിരുന്നു. അൽഹംദുലില്ലാഹ്, സയ്യിദ് അവർകൾക്ക് അല്ലാഹു പ്രത്യേകമായി പടച്ച റബ്ബിൽ നിന്നുള്ള ഇൽഹാം പ്രകാരം വഹ്യേ അവസാനിച്ചിട്ടുള്ളൂ. പടച്ച റബ്ബിൽ നിന്ന് സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇൽഹാം, നിർദ്ദേശങ്ങൾ, അവരുടെ സൽക്കർമ്മത്തിന്റെ ഫലമായി തോന്നുന്ന നിർദ്ദേശങ്ങൾ ഉമ്മത്തിൽ നടപ്പിലാക്കും ഉമ്മത്തിന്റെ നേതാക്കന്മാർ. അതാണ് മജ്ലിസുൻ നൂർ. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരണുവിട പോലും ഇതിൽ നിന്ന് വ്യതിചലിക്കേണ്ട ആവശ്യമില്ല. കാരണം തവസ്സുലാക്കുക എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ കാരണമാണെന്ന് മഹത്തുക്കളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഒന്ന് ചോദിച്ചോട്ടെ, അറഫ നാളിൽ അറഫയിൽ നിന്ന് ദുആ ചെയ്യുന്നത് കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒന്നല്ലേ? അറഫയിൽ വെച്ച് അറഫ നാളിൽ ഈ മൈതാനത്ത് ഇതിനു വേണ്ടി ഇതിന്റെ ഉടമസ്ഥൻ അല്ലാഹു അവർക്ക് അവരുടെ ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും, ഇവിടെ വെച്ച് ദുആ ചെയ്താലും അല്ലാഹു ഖബൂൽ ചെയ്യും. എന്നാൽ അറഫയിൽ വെച്ച് അറഫ നാളിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഇതിനേക്കാൾ കൂടുതൽ ഉത്തരം കിട്ടും. അല്ലാഹു അങ്ങോട്ടെത്താൻ, ആ സമയത്തെത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഈ രാത്രിയിൽ ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുന വരുമ്പോ ശൈഖുനയുടെ നേതൃത്വത്തിൽ വെച്ച് നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. ഈ രാത്രിയിൽ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കൂലേ? അസാ, അല്ലാഹു സ്വീകരിച്ചേക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എന്നാൽ പരിശുദ്ധ റമളാനിൽ ശ്രേഷ്ഠമായ ഒരു രാവുണ്ട്.
ആ രാവ് അവസാനത്തെ 10-ലാണെന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം. ഒറ്റപ്പെട്ട രാവിലാണെന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം. ഒന്നിടവിട്ട രാത്രികളിൽ പ്രതീക്ഷിക്കാമെന്നറിയാമല്ലോ. ആ ഇടവിട്ട രാത്രികളിൽ കൂടുതൽ ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാമല്ലോ. ആ രാത്രിയിലും കൂടുതൽ പ്രതീക്ഷിക്കാം. രാത്രിയൊക്കെ രാത്രി തന്നെ, പക്ഷേ എന്തേ റമളാനിൽ കൂടുതൽ പ്രതീക്ഷിക്കാം, കൂടുതൽ പ്രതീക്ഷിക്കാം. അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂലേ? നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ടോ, അള്ളാഹുവിന് ഇഷ്ടമുള്ള മഹത്തുക്കളെ മുൻനിർത്തിയിട്ടോ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ അവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിച്ചാലോ കൂടുതൽ ഉത്തരം കിട്ടും. നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. തവസ്സുലാക്കി ചോദിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നു. 3 നാൾ യാത്ര ചെയ്ത സംഭവം സാധാരണ പറയാറുണ്ട്. കൊടുങ്കാട്, ഇരുട്ടായി തുടങ്ങി. 3 പേർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. പെട്ടെന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഉരുൾപൊട്ടലിൽ ഒരു പാറക്കല്ല് വന്ന് ഗുഹാമുഖം അടഞ്ഞു. എന്തു ചെയ്യും? അള്ളാഹുവിന്റെ തിരുദൂതർ സ്പഷ്ടമായ രൂപത്തിൽ പറയുന്നുണ്ട്. അവര് 3 പേരും ചർച്ച ചെയ്തു എന്തു ചെയ്യും. അപ്പൊ അവരിൽ ഒരു അഭിപ്രായം വന്നു, ഈ സമയത്ത് പടച്ച റബ്ബേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ചോദിക്കാം. പക്ഷേ അതിനേക്കാൾ ഉത്തരം കിട്ടുക ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ ചെയ്ത ഒരു സൽക്കർമ്മത്തെ എടുത്തു പറയുക, എന്നിട്ട് പടച്ച റബ്ബിനോട് ആ സൽക്കർമ്മത്തെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിക്കൂ. കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നാമൻ വന്നു, അയാൾ ചെയ്തൊരു സൽക്കർമ്മം എടുത്തു പറഞ്ഞു, റബ്ബേ അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയ ഈ കുടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. പാറക്കല്ല് അല്പം നീങ്ങി, പുറത്തടക്കാൻ പറ്റിയില്ല. രണ്ടാമൻ മുന്നോട്ട് വന്നു, അയാളും ദുആ ചെയ്തു. അയാളും സൽക്കർമ്മത്തെ എടുത്തു പറഞ്ഞു. അയാളും അതിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. പാറക്കൽ അല്പം ഒന്നും കൂടി നീങ്ങി. മൂന്നാമത്തവൻ വന്നു, അയാളും ഇതുപോലെ ദുആ ചെയ്തു. പാറക്കല്ല് മുഴുവനായി നീങ്ങി. 3 പേരും സുരക്ഷിതരായി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്ന് നാവുകൊണ്ടൊരിക്കലും കള്ളം പറയാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഈ ഉമ്മത്തിനെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചതാണ് മുഅ്മിനെ. ഇതൊന്നും ശരീഅത്തിന് വിരുദ്ധമായതല്ല എന്ന് തന്നെയാണ് ഈ സദസ്സിൽ വെച്ച് പറയുന്നത്. ബദർ മൗലിദിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിനോട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഖല്ലാഖൽ അനാമി, സൃഷ്ടികളുടെ സൃഷ്ടികർത്താവായ അല്ലാഹുവേ നിന്നോടാണ് ചോദിക്കുന്നത്. ബിഹിം ബഹുമാനപ്പെട്ട ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കുമ്പോ ഇജാബത്തിന് സാധ്യതയുണ്ട്, കൂടുതൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആത്മീയമായ സംഗമത്തിന്റെ ഭൂമികൾ നമുക്കിവിടെ നിലനിർത്തൽ അത്യാവശ്യമാണ് എന്ന് പഠിപ്പിച്ചതും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തവസ്സുലാക്കുന്നതിന്റെ മാർഗങ്ങളാണ് നമ്മൾ ഈ സമൂഹത്തിൽ നിലനിർത്തേണ്ടതും നിലനിർത്തുന്നതും. ഏകനായ റബ്ബിനോട് നമ്മൾ നേരിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിനോടാണ് ഈ ചോദിക്കുന്നത്. ആര് നമ്മെ സഹായിച്ചാലും സഹായത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശിർക്ക് എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുതേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് അടിയുറച്ചവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നവർ. ആരാധനക്ക് ഇലാഹായിട്ട് അല്ലാഹുവല്ലാതെ ആരുമില്ല. നമ്മൾക്കാർക്കും പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ. അല്ലാഹു ആണല്ലോ നമ്മുടെ ഇലാഹ്. ആ തൗഹീദാണ് നമുക്ക് ഉറക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബന്ധമാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൃഷ്ടികളോട് ഏതൊക്കെ രൂപത്തിലുള്ള ബന്ധമുണ്ട്, ആ ബന്ധത്തിന്റെ അനുവദനീയമായ തലങ്ങൾ മാത്രമേ ഇവിടെ എടുത്തുദ്ധരിച്ചിട്ടുള്ളൂ, ഇവിടെ അതേ ആചാരമായി നിലനിന്നിട്ടുള്ളൂ.
14 നൂറ്റാണ്ട് കടന്നല്ലോ നമ്മൾ ഇങ്ങോട്ട്. 14 നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് ഈ ഉമ്മത്തിന്റെ ആദരണീയരായ പണ്ഡിതന്മാർ ശരിയാണെന്ന് 100% സത്യസന്ധമായി നമുക്ക് കാണിച്ചു തന്ന ആ ഒരു ശൈലിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ ഇത് നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തൗബ ചോദിച്ച് ഖേദിച്ചു മടങ്ങണേ. എന്തേ? നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കും പ്രകാരം സ്വർഗത്തിന്റെ മണിമാളികളിൽ, താഴ്വാരങ്ങളിൽ, അരുവികൾ ഒഴുകുന്ന മണിമാളികളിൽ ഉല്ലസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോ? യൗമലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹ്. അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നബിയുടെ കൂടെ ഈമാനോടുകൂടെ നിലനിന്നവരെയും ഒരിക്കലും നിന്ദിക്കാത്തൊരു ദിവസമുണ്ട്. അതാണ് പരിശുദ്ധമായ യൗമുൽ ഹശർ, യൗമുദ്ദീൻ. ആ ഖിയാമത്തിന്റെ ദിവസം അല്ലാഹു നമ്മെ ഹബീബിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ മുഅ്മിനെ, മൗലിദ് ഓതുമ്പോ, റാത്തീബിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോ, മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോ നമ്മൾ അവരുമായി സഹവസിക്കുകയാണ്, നമ്മൾ അവരുമായി കൂടെ ഇരിക്കുകയാണ്. അതാണ് വല്ലദീന ആമനൂ മഅഹ്, വല്ലദീന ആമനൂ മഅഹ്. ആത്മീയ സഹവാസം. അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓതുമ്പോ, ബഹുമാനപ്പെട്ട ബദ്രീങ്ങളുടെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓതുമ്പോ അവരുടെ അർവാഹിങ്ങളിലേക്ക് എത്തുന്ന ആ ഫാത്തിഹയിലൂടെ നമ്മുടെ ആത്മാവും അവരുടെ ആത്മാവുമായി സുഹ്ബത്തിലാണ്, സഹവാസത്തിലാണ്. അതാണ് ആത്മീയമായ സഹവാസം. ഈ സംഗമം ആത്മീയ സഹവാസത്തിന്റെ വേദിയാണ്. അല്ലാഹു ഇതിനെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാം, ബഹുമാനപ്പെട്ട ഇമാമുന അഹ്മദുൽ കബീറുൽ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചരിത്രം അവിതർക്കിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരിശുദ്ധ റൗള ശരീഫിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുൽ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ എത്തിയപ്പോ അവിടുന്ന് പാടിയ പാട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ പാട്ട്? ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ ഫീ ഹാലത്തിൽ ബുഅദി. ഞാൻ വിദൂരതയിലായിരിക്കുമ്പോ, ഞാൻ ബഗ്ദാദിലായിരിക്കുമ്പോ, ദൂരത്തായിരിക്കുമ്പോ, റൂഹി എന്റെ ആത്മാവിനെ കുന്തു ഉർസിലുഹാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ടായിരുന്നു. തുഖബ്ബിലുൽ അർള അന്നീ വഹിയ നാഇബതി. അല്ലാഹുവിന്റെ തിരുദൂതരെ, അവിടുത്തെ ഈ റൗള ശരീഫിന്റെ അടുത്ത് വന്ന് എനിക്ക് പകരം എന്റെ ആത്മാവ് ഇവിടെ വന്ന് ഈ ഭൂമി ചുംബിച്ച് അങ്ങയോട് സലാം പറഞ്ഞ് തിരിച്ചു പോകാറുണ്ട്. ഫഹാദിഹി, പക്ഷേ ഇതുണ്ടല്ലോ, നൗബത്തുൽ അശ്ബാഹ്, ഇത് ശരീരങ്ങളുടെ സംഗമവേദിയാണ്. ഞാനിതാ എന്റെ ഉടലോടെ വന്നിരിക്കുന്നു എന്ന് ഇവിടെ മനസ്സിലാക്കാനുള്ളത് റൂഹി, ആത്മാവിന്റെ സഹവാസത്തിനെ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു വലിയ ഹൗള് കൊടുത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാഹു ആ ഭാഗ്യം കിട്ടിയവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ അതാണ് വ്യക്തമാക്കുന്നത്. സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ തിരുദൂതരോടുകൂടെ ഒരുമിച്ച് കൂടുന്ന നിമിഷം അല്ലാഹുവിന്റെ മഹ്ശറിൽ, പരിശുദ്ധമായ സ്വർഗത്തിൽ, അതെ ആ ഈമാനുകൊണ്ട് ഈമാനിന്റെ പരീക്ഷണത്തിൽ വിജയം വരിച്ച ബഹുമാനപ്പെട്ട അഹ്ലുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോ
അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോ, അള്ളാഹുവിന് ഇഷ്ടമുള്ളവരുടെ പേര് നമ്മൾ പറയുമ്പോ, ഏതൊക്കെ പേര് പറയുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇടക്കാലത്ത് ഇതൊക്കെ പലരും നിർത്തിവെച്ചത് ശിർക്ക് ആരോപിച്ചിട്ടാണ്. പക്ഷേ നിർത്തിവെച്ചപ്പോ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നത് സിനിമാ പാട്ടുകളായിരുന്നല്ലോ, സീരിയലുകളായിരുന്നല്ലോ. ഇതേ ഇശാ മഗ്രിബിന്റെ ഇടയിൽ വെച്ചായിരുന്നു നമ്മൾ ഹദ്ദാദ് ഓതിയിരുന്നത്. വീട്ടിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടില്ലേ? മൗലിദ് ഓതിയിരുന്നു, യാസീൻ ഓതിയിരുന്നു. യാസീൻ ഓതരുതെന്ന് പറഞ്ഞിട്ട് പേജുകൾ ചെലവഴിച്ച ആളുകളുണ്ട്. യാസീൻ ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും ഇടപെട്ട് ഉമ്മത്തിനെ നശിപ്പിക്കരുതേ. വളരെ സ്നേഹത്തോടുകൂടെയാണ് ഈ അപേക്ഷയുള്ളത്. അല്ലാഹു ഇത് നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അഹ്ലുൽ ബദറിനെ കുറിച്ച് പറയുമ്പോ, അവരുടെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോ മഹത്തുക്കൾ പറഞ്ഞതുപോലെ ദിക്റുൽ അംബിയാഇ ഇബാദാ, അംബിയാക്കളെ കുറിച്ച് പറയൽ, അവരെ കുറിച്ച് സ്മരിക്കൽ ഇബാദത്താണ്, ഇബാദത്താണ്. വദിക്റുസ് സ്വാലിഹീന, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയലും സ്മരിക്കലും കഫാറത്തുൻ, ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്, ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്. കാരണം ആരെങ്കിലും കുറിച്ചല്ല ഈ പറയുന്നത്. ആരാ? അഫ്ളലുൽ ഖൽഖി ബഅദൽ അംബിയാ, അല്ലാഹുവിന്റെ അംബിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ മനുഷ്യരിൽ ശ്രേഷ്ഠരാണ് ബഹുമാനപ്പെട്ട അഹ്ലുൽ ബദർ. നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ബാപ്പമാർക്കും ഉപ്പാപ്പമാർക്കും ബദരീങ്ങളോട് വല്ലാത്തൊരു മുഹബ്ബത്തായിരുന്നു. എന്തോ ഒരു സ്നേഹമായിരുന്നു, എന്തോ ഒരു സ്നേഹമായിരുന്നു. ആ സ്നേഹം അവർ അവരുടെ വാക്കിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ സൂക്ഷിച്ചു. അതിനവർ നിലനിർത്തി. ഈമാനിനെ പരിപോഷിപ്പിക്കാൻ, സംരക്ഷിക്കാൻ അതുകൊണ്ട്, ആ ഓർമ്മ കൊണ്ടവർക്ക് സാധിച്ചു. അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ ആ വാക്കിൽ വീണുപോയി. പലരും അത് മാറ്റിവെച്ചപ്പോഴോ ബൗദ്ധികന്മാരായി പോയി, ജഡത്തിന്റെ പൂജകരായി പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ മജ്‌ലിസുൻ നൂറിന്റെ സദസ്സാണ്. അവരുടെ പേര് നമുക്ക് ഉച്ചരിച്ച് അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്ത് പോകാനുണ്ട്. പടച്ച റബ്ബ് നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളോടുകൂടെ മഹ്ശറിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുമ്പോ നൂറുഹും അവരുടെ പ്രകാശങ്ങൾ അവരുടെ മുൻഭാഗങ്ങളിൽ അവരുടെ വലതുഭാഗങ്ങളിൽ പ്രകാശങ്ങൾ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും വലിയ ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം, ഇവരെ കുറിച്ച് പറയുമ്പോ പടച്ചോനെ ഞങ്ങളും മനുഷ്യരാണ്, ഇവരും മനുഷ്യരാണ് അല്ലേ? പക്ഷെ അവർക്ക് മലായിക്കത്തിന്റെ സഹായം കിട്ടി. എങ്ങനെ? ഈമാന് കൊണ്ട് അവർ വിജയിച്ചപ്പോ ഞങ്ങൾക്കും കിട്ടുമോ മലായിക്കത്തിന്റെ സഹായം? കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തുകൊണ്ടത് ലഭിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഹൻളല എന്ന് പറയുന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ തിരുദൂതരോടൊരു വിഷമം പങ്കുവച്ചു. ഹൻളല എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു മറ്റുള്ള സ്വഹാബിമാരോടൊക്കെ ഒരു വിഷമം പങ്കുവച്ചു. എന്താ പങ്കുവച്ചത്? നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ടോ? എന്തു സംശയം? എനിക്കൊരു മനസ്സിലൊരു ബേജാറ് വരുന്നുണ്ട്. എന്തുപറ്റി ഹൻളല? ഒന്നുമല്ല, എന്റെ സിദ്ദീഖ് എന്നവരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊക്കെയാണ് ഈ പരാതി പങ്കുവെക്കുന്നത്, ഈ ഒരു പ്രശ്നം പങ്കുവെക്കുന്നത്. എന്തെന്നറിയോ? നമ്മളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ വഅദ് കേൾക്കുമ്പോ, അവിടുത്തെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോ നന്നാവണമെന്നും ഏറ്റവും നല്ലവരാകണമെന്നും ഏറെ ആഗ്രഹിച്ചു പോകും. നമുക്കും ആ ചിന്ത അടക്കണ്ടാകും. പള്ളിയിൽ നിന്ന് പ്രസംഗം കേൾക്കുമ്പോ, വഅദ് കേൾക്കുമ്പോ ഒക്കെ ആ സദസ്സിലിരിക്കുമ്പോ ഇതോടുകൂടെ ഞാൻ എല്ലാ തെറ്റും മാറ്റിവെച്ച് ഉഷാറാകും. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്.
ഹൻളല റളിയല്ലാഹു അൻഹു പറയുന്നു, നാഫഖ ഹൻളല, ഹൻളല മുനാഫിഖായി പോയോ, ഹൻളല മുനാഫിഖായി പോയോ. റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോ ഏറ്റവും നല്ലവരാകാൻ കൊതിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങാടിയിലെത്തിയപ്പോ വീട്ടിലെ കാര്യങ്ങളുമായി ഇടപെട്ടപ്പോ ബിസിനസ്സിലെ പല വിഷയങ്ങളിൽ ഇടപെട്ടപ്പോ പലതും റസൂലുള്ള പറഞ്ഞത് പലതും മറക്കുകയും തെറ്റുകൾ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരവസ്ഥയിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ മറ്റൊരവസ്ഥയിൽ നിൽക്കുന്നത് കാപട്യമല്ലേ? നാഫഖ ഹൻളല, ഹൻളല മുനാഫിഖായി പോയോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ പറഞ്ഞു, അതെ ഞങ്ങൾക്കുണ്ടാ പ്രശ്നം, ഞങ്ങളൊക്കെ മുനാഫിഖായോ, ഞങ്ങളൊക്കെ മുനാഫിഖായോ എന്ന സങ്കടം എല്ലാവരും പങ്കുവച്ചിട്ട് പരാതി തീർക്കാൻ വേണ്ടി പോകുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരുടെ സദസ്സിലെത്തിയിട്ട് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഹൻളലയുടെ ഈ ആവശ്യം, ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോ പുഞ്ചിരി തൂകിക്കൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, ഞാൻ നിങ്ങളോട് വാളു പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ അവസ്ഥയുണ്ടല്ലോ, ഇതുപോലെ തന്നെയാണ് നിങ്ങൾ അങ്ങാടിയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ മുന്നിലിരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ലസാഫഹതുകുമുൽ മലായിക, വഴിയോരങ്ങളിൽ വെച്ച്, ഇടവഴികളിൽ വെച്ച്, വീടുകളിൽ വെച്ച് മലക്കുകൾ നിങ്ങളോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അങ്ങനെയൊന്നുണ്ട് എന്നാണ് പറഞ്ഞത്, അങ്ങനെയൊന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് ഖൽബിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സത്യവിശ്വാസികളോടാണ് പറഞ്ഞു കൊടുത്തത്. അവരുടെ മുൻഭാഗങ്ങളിൽ, അവരുടെ വലംഭാഗങ്ങളിൽ ഈ പ്രകാശം നിറഞ്ഞു നിൽക്കും. യഖൂലൂൻ, അവർ ദുആ ചെയ്യും, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, റബ്ബനാ അത്മിം ലനാ നൂറനാ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രകാശത്തെ നീ പൂർണ്ണമാക്കി തരണേ അല്ലാഹ്. വഗ്ഫിർ ലനാ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ നൂറിനെ നീ വർദ്ധിപ്പിച്ചു തരണേ, പൂർത്തിയാക്കി തരണേ, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ റബ്ബേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് സാധിക്കും ഈ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ. അതിനെ ഇത്തരം മഹത്തുക്കളെ കുറിച്ച് പറയുന്ന സദസ് നമുക്കേറെ പ്രയോജനമാണ്, ഏറെ പ്രയോജനമാണ്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ വെച്ച് ഒരു സ്വഹാബി ഹാരിസ റളിയല്ലാഹു അൻഹു ഹബീബിനോട് വന്ന് പറഞ്ഞു, നബിയേ അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖാ. ഹാരിസ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. റസൂലുള്ളാഹിനോട് വന്നൊരു സന്തോഷം പങ്കുവച്ചു, അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖാ, ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാണ്, മുഅ്മിനാണ്, പക്ഷേ ഹഖ്ഖാ, യഥാർത്ഥമായിട്ടും ഞാനൊരു മുഅ്മിനായി, ഇതാ ഞാനൊരു മുഅ്മിനാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസയോട് ഉടനെ ചോദിച്ചു, എന്തെന്ന് പറയുമ്പോഴും ലികുല്ലി ഷൈഇൻ ഹഖീഖ, എന്തെങ്കിലുമൊക്കെ വാക്ക് വെറുതെ പറയാൻ പറ്റൂല. ഹഖീഖ, അതിനൊരു പൊരുളുണ്ട്. എന്തു പറയുമ്പോഴും പൊരുളുണ്ട്. നമ്മൾ എന്തു വാക്ക് പറയുമ്പോഴും ഒമാ ഹഖീഖത്തു ഖൗലിക, നീ പറഞ്ഞ വാക്കിന്റെ പൊരുൾ എന്താണ്? നീ ഒരു യഥാർത്ഥ മുഅ്മിനായി ഇന്ന് നേരം വെളുക്കാൻ നിനക്ക് കഴിഞ്ഞു എന്നതിന്റെ പൊരുൾ എന്താണ്? അല്ലാഹുവിന്റെ തിരുദൂതരേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഞാൻ എൻ്റെ റബ്ബിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിന്റെ അർശിലേക്ക് ഒരു മറയും കൂടാതെ നോക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനിങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി, ഞാൻ സ്വർഗക്കാരെ കണ്ടു.
അവരവിടെ സുഖത്തിലാണ്, പരസ്പരം അവർ സന്ദർശിക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ നിന്ന് നരകം കണ്ടു. റസൂലുള്ളാഹിന്റെ മുന്നിലാണ് ഈ പറയുന്നത്. ഞാൻ സ്വർഗം കണ്ടു, അവരവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ നരകം കണ്ടു. യുഅദ്ദബൂന ഫീഹാ, നരകക്കാരി കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടു നബിയേ. നളറത്തു ഇലാ അർശി റബ്ബി ബാരിസാ, നഗ്ന നേത്രം കൊണ്ട് ഒരു മറയും കൂടാതെ എന്റെ റബ്ബിന്റെ അർശ് ഞാൻ കണ്ടു. ഞാൻ ദുനിയാവിൽ നിന്ന് എന്റെ മനസ്സിനെ തിരിച്ചു. ദുനിയാവിലേക്ക് എനിക്കൊരു ചിന്തയില്ല, എനിക്കതൊരു വിഷയമല്ല. അള്ളാഹുവിന്റെ അർശിലേക്ക് ഞാൻ നോക്കി. റസൂലുള്ളാഹിന്റെ മുന്നിലാണ് ഈ പറയുന്നത്, സ്വഹീഹായ ഹദീസ്. ഒരു മറയും കൂടാതെ എനിക്ക് എന്റെ റബ്ബിന്റെ അർശ് കാണാൻ സാധിച്ചു. ഞാൻ സ്വർഗം കണ്ടു, സ്വർഗക്കാർ സന്തോഷത്തിലും. ഞാൻ നരകം കണ്ടു, നരകക്കാർ കഠിനമായ ശിക്ഷയിലും. അതുകൊണ്ട് ഞാൻ പറയുന്നു നബിയെ, അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ, ഞാൻ ഹഖായിട്ടും ഒരു മുഅ്മിനായിട്ടുണ്ട് നബിയെ. ഉടനെ വേഗം കൊണ്ടുപോകിനവനെന്തോ പറയുന്നു എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ തിരുദൂതർ ആ സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ള സ്വഹാബിയോടും സ്വഹാബിമാരോടും പറഞ്ഞു, നോക്കൂ, നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഒരു അടിമ, അല്ലാഹുവിന്റെ ഒരു അടിമയെ നോക്കൂ. നവ്വറല്ലാഹു ഖൽബ, അവന്റെ ഹൃദയത്തെ, അവരുടെ ഹൃദയത്തെ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആത്മാവിനെ പരിപോഷിപ്പിച്ചപ്പോ അർശ് കാണാൻ സാധിച്ചു. ആത്മാവിനെ പരിപോഷിപ്പിച്ചപ്പോ സ്വർഗം കണ്ടു, നരകം കണ്ടു. യഥാർത്ഥ മുഅ്മിനായി നോക്കൂ, ഒരടിമ ഖൽബദ പ്രകാശിച്ചിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ചുറ്റുപാടിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് മലീമസമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് ചെയ്യാൻ അങ്ങാടിയിലേക്ക് പോലും ഇറങ്ങേണ്ട ആവശ്യമില്ലാത്ത കാലം, വീട്ടിന്റെ ഉള്ളിൽ വാതിലടച്ച് കുറ്റിയിട്ടാൽ പോലും നീ സ്വിച്ച് ബോർഡിൽ നിന്ന്, പ്ലഗിൽ നിന്ന് റീചാർജ് ചെയ്തിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് നീ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് നീ റീചാർജ്ഡ് ആകുമ്പോ, ഇന്റർനെറ്റിന്റെ സൗകര്യമുണ്ടാകുമ്പോ, ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഒരുപാട് തെറ്റു ചെയ്യാൻ കഴിയുന്ന ആധുനിക സാഹചര്യത്തിലാണ് ഇത്. കയ്യിലിരിക്കുന്ന മനുഷ്യൻ ഖൽബ് പ്രകാശിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ താനുള്ള ഉയരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വല്ലാത്ത മലീമസമാകുന്ന ഈ അന്തരീക്ഷത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടാനും സത്യവിശ്വാസികളുടെ കൂടെ ഖൽബൊരുക്കാനും, അതാണ് ഒറ്റക്ക് റൂമിൽ ഇരിക്കുമ്പോഴും. ഞാനിപ്പോ മജ്‌ലിസുൻ നൂർ കഴിഞ്ഞിട്ട് ബഹുത്തുക്കളായ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, അവരെ കുറിച്ച് പറഞ്ഞിട്ട്, അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്തിട്ട് അവരുടെ നാമം ഉച്ചരിച്ച ഞാനെങ്ങനെ ഒരു സിനിമാ താരത്തെ, ഒരു ഏതെങ്കിലും ആഭാസം ചെയ്യുന്ന മനുഷ്യനെ കൂടെ അത് കണ്ടിരിക്കാനും കേട്ടിരിക്കാനും എനിക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചിന്തിക്കാൻ സത്യവിശ്വാസിക്ക് മനസ്സിൽ തോന്നൽ വരുമ്പോ തന്നെയാണ് ഈ സദസ്സിന്റെ വിജയവും ലഭിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരണമെന്ന ഒന്ന് നമ്മുടെ മുന്നിൽ കടന്നു വരാനുണ്ട്. മജ്‌ലിസുൻ നൂറിന്റെ അവസാനത്തെ വരികൾക്കുള്ള ജവാബ് അതാണ്, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവ നാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. എപ്പോഴും ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ പിശാചിനെ തിരിച്ചറിയാനുള്ള അറിവാണ്. എത്രയും കൂടുതൽ മനുഷ്യനോട് ശത്രുതയാണ് പിശാച്. എല്ലായ്പ്പോഴും അവൻ നമ്മളെ പഴപ്പിക്കാൻ നോക്കും. പക്ഷേ പലപ്പോഴും പഴപ്പിച്ചാലും അവൻ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. ആ പഴപ്പിച്ച മനുഷ്യൻ, ഒരു തെറ്റ് ചെയ്ത മനുഷ്യൻ എപ്പോഴെങ്കിലും തൗബ ചോദിച്ച് ഖേദിച്ചു മടങ്ങിയ അവന്റെ പണിയൊക്കെ ബാത്തിലാണ്. അപ്പൊ അവൻ കൂടുതലായി ശ്രമിക്കും എപ്പോ? മരണത്തിന്റെ സമയം. കാരണം അപ്പ പഴപ്പിക്കാൻ പറ്റിയാൽ പിന്നീട് ഈ മനുഷ്യനൊരു തിരിച്ചു മടക്കല്ലല്ലോ. അതുകൊണ്ട് മരണസമയം കൂടുതൽ പഴപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് മഹത്തുക്കളായ അഹ്ലുൽ ബദറിനെ തവസ്സുലാക്കി നമുക്കേറെ കൂടുതൽ ആവശ്യമുള്ളത്, അല്ലേ? സന്നിഗ്ധ ഘട്ടത്തിൽ കൂടെ ആള് വേണം.
ഐസിയുയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എന്താ കൂടുതൽ തീവ്രമായ മനോവേദന അനുഭവിക്കുന്നത്? എനിക്കൊരിക്കലും മരിക്കുന്ന നേരത്ത് ഐസിയുയിൽ കിടക്കണ്ട. ചിലർ പറയാൻ എന്തേ, മരിക്കുകയാണെങ്കിൽ പോലും എന്റെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ മരണത്തിന്റെ വേദന ഒന്ന് ലഘൂകരിച്ച് കിട്ടും. വിഷമുണ്ടാകുമ്പോ നാലാളോട് പറയുമ്പോ വേദന ഒന്ന് കുറഞ്ഞു കിട്ടും എന്നതുപോലെ മരണത്തിന്റെ സമയത്ത് നമ്മുടെ കൂടെയുണ്ടായിരുന്ന വീട്ടുകാരും നാട്ടുകാരൊക്കെ വിട പറയുമ്പോ അല്ലാഹുവിന്റെ മഹത്തുക്കളായ അഹ്ലുൽ ബദറിന്റെ സഹായം അവരെ തവസ്സുലാക്കി പടച്ച റബ്ബ് നമുക്ക് തരുമ്പോ ആ സ്നേഹബന്ധത്തിലൂടെ ആത്മീയമായ സഹവാസത്തിലൂടെ ഈമാനികമായി ഉയരാനും ആഖിബത്ത് നന്നാകാനും അത് കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോ അതിനെ നിലനിർത്താനുള്ള തൗഫീഖാണ് നമ്മൾ പടച്ച റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കേണ്ടത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിച്ചവർക്കാണ് ആഖിബത്ത് നന്നാകുക. റബ്ബ് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ള റബ്ബേ, എന്റെയും എന്നോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരോട് ബന്ധമുള്ളവരെയും ഖൈറിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മജ്ലിസിലേക്ക് എത്തും. അതിന്റെ മുമ്പ് നമുക്ക് മജ്ലിസുൻ നൂറിന് വേണ്ടി ഒരുങ്ങണം. പായസം ഒന്ന് വേഗം കൊടുക്കിൻ ഇൻഷാ അല്ലാഹ്. പിന്നെ പായസം കുടിച്ചു കഴിഞ്ഞ് ഏടു വേഗം കൊടുക്കണം. കുടിച്ചു കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം മജ്ലിസുൻ നൂർ ആരംഭിക്കാം. പ്രൊജക്ടർ ഒന്ന് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.